രുദ്രാംഗന മാന്ത്രിക നോവൽ തുടർച്ച അധ്യായം 11. വിഷ്ണുവിൻ്റെ ഉള്ളിൽ അപ്പോഴും ആ രൂപം തിരയുകയായിരുന്നു. എവിടെയാണ് താൻ ഈ സൗന്ദര്യം ദർശിച്ചത്? പെട്ടെന്ന് എന്തോ ഓർമ്മിച്ചെന്ന പോലെ വിഷ്ണു വലതു കൈവിരലെ രത്നമോതിരത്തിലേക്ക് ദൃഷ്ടി അയച്ചു. ആ നിമിഷം അതിൽ തെളിഞ്ഞ രുദ്രയുടെ മുഖം മനസ്സിലടക്കി. അതെ, രുദ്രയുടെ മുഖമാണ് താൻ കാർത്തികയിൽ കണ്ടത്. അവളുടെ വാക്കുകൾ ഓർമ്മിച്ചു. എന്നെപ്പോലെ തന്നെ ഒരു കുട്ടിയെ വിഷ്ണുവിന് ലഭിക്കും. സ്വതസിദ്ധമായ ആ പുഞ്ചിരി അപ്പോഴും രുദ്രയുടെ ചുണ്ടിൽ കണ്ടു. ആ കണ്ണുകൾ തന്നോട് പറയുന്നുണ്ടായിരുന്നു, എല്ലാം അവളുടെ അനുവാദത്തോടെയും നിശ്ചയപ്രകാരവുമാണെന്ന്. അതോടെ വിഷ്ണുവിൻ്റെ മനസ്സ് ശാന്തമായി കഴിഞ്ഞിരുന്നു. ഇതായിരിക്കും ഇന്നലെ രാത്രിയിൽ രുദ്ര പറഞ്ഞതും അത്ഭുതപ്പെടുത്തുന്ന വാർത്തയുണ്ടെന്ന് സ്വാമി സാർ ഫോണിലൂടെ അറിയിച്ചതും. അവരെയും വഹിച്ച വാഹനം വലിയ ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ മുന്നിൽ വന്നു നിന്നു. സ്വാമി നാരായണൻ കാർ നിർത്തി ഇറങ്ങി വിഷ്ണുവിനെ വിളിച്ചു. ഇതിനകം തന്നെ കാർത്തിക പുറത്തിറങ്ങി കെട്ടിടത്തിൻ്റെ മുൻവാതിൽ തുറന്ന് അവർക്കായി കാത്തുനിന്നു. അവളുടെ ചുറുചുറുക്കും സാമർഥ്യവുമെല്ലാം വിഷ്ണുവിനെ വല്ലാതെ ആകർഷിച്ചു. ഇതാണ് നമ്മുടെ ഓഫീസ്. സ്വാമിയുടെ കൂടെ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ കാർത്തിക വിഷ്ണുവിനോടായി പറഞ്ഞു. അല്ല, ഇതിനകം നീ വിഷ്ണുവിനെ നിയമിക്കുകയും ചെയ്തു കഴിഞ്ഞോ? സ്വാമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മാനേജിംഗ് ഡയറക്ടറായ ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ല അച്ഛാ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 3 പേരിൽ 2 പേർ അംഗീകരിച്ചാൽ മതി. അതായത് ഞാനും അമ്മയും. പെട്ടെന്നുള്ള കാർത്തികയുടെ മറുപടിയിൽ സ്വാമി ആർത്തു ചിരിച്ചു മകളുടെ തലയിൽ ഒരു കിഴുക്ക് കൊടുത്തു പറഞ്ഞു, നീ ആള് കൊള്ളാമല്ലോ. വിഷ്ണുവിനും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വളരെ വിശാലമായ ഓഫീസുകളായിരുന്നു. അതിൽ വിവിധ വിഭാഗക്കാർക്കായി തരംതിരിച്ച് മേശകളും കസേരകളും ഒരുക്കിയിരുന്നു. മുകളിലത്തെ നിലയിൽ മീറ്റിങ്ങുകൾക്കായി വലിയൊരു മുറിയും അതിനടുത്തായി സെക്രട്ടറിയുടെ ഇരിപ്പിടവും, എതിർവശത്ത് മാനേജിംഗ് ഡയറക്ടറുടെ മുറിയും അതോട് ചേർന്ന് ജനറൽ മാനേജറുടെയും കണ്ട്. കാർത്തിക ജനറൽ മാനേജറുടെ മുറി തുറന്ന് വിഷ്ണുവിനെ അതിലേക്ക് ക്ഷണിച്ചു. എല്ലാം ഒരു കൗതുകം പോലെ സ്വാമി കാണുന്നുണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ മനസ്സിൽ അതിലേറെ അത്ഭുതമായിരുന്നു. ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ പ്രധാനിയായി തനിക്കിരിക്കാൻ കഴിയുമോ? ശങ്കിക്കുന്ന മനസ്സിന് ചെറുതായി പിടയുന്ന ഹൃദയത്തിനും മറുപടി എന്നോണം രുദ്രയുടെ വാക്കുകൾ ചെവിക്കരികിൽ കേട്ടു. ഇനി ഇതാണ് വിഷ്ണുവിൻ്റെ സാമ്രാജ്യം. കൂടാതെ ജീവിതവും ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇതൊരു മായയല്ല എന്ന് മനസ്സ് മന്ത്രിച്ചു. അധ്യായം 19. കാര്യങ്ങൾ അല്പം കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. മേനോൻ്റെ വാക്കുകൾ കേട്ട് ഇരുവരും നടുക്കത്തോടെ പരസ്പരം നോക്കി. പതിവ് സദസ്സിലേക്ക് കയറി വന്ന ഉടനെ തന്നെയാണ് മേനോൻ ഇത് പറഞ്ഞത്. ഇന്ന് നടന്ന കോടതി വിവരങ്ങൾ അറിയാനാണ് എല്ലാവരും ഒത്തുചേർന്നത്. ശുഭകരമായ ഒരു വാർത്തയാണ് മന്ത്രിയും സ്കറിയാച്ചനും മേനോനിൽ നിന്നും പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ലാഘവമായ മനസ്സോടെയാണ് ഇരുന്നത്. എന്താ മേനോൻ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ? മന്ത്രിയുടെ ക്ഷമ നശിച്ചിരുന്നു. എന്താണെങ്കിലും ഒന്ന് വിശദമായി പറയൂ. രാമരാജ, എതിർഭാഗം സമർപ്പിച്ചിരിക്കുന്നത് 100% ഒറിജിനലാണ്. അതിൽ ജഡ്ജിക്ക് പോലും സംശയമുണ്ടെന്ന് തോന്നിയില്ല. ഒഴിച്ചു വച്ചിരുന്ന മദ്യം ഒരിറക്ക് കഴിച്ചിട്ട് മേനോൻ തുടർന്നു. അയ്യര് സമർപ്പിച്ച രേഖകളുടെ കാലപ്പഴക്കം തന്നെ ഒരു കാരണമാണ്. നമ്മുടേത് കണ്ടാൽ ഇത്രയും വർഷം മുൻപുള്ളതാണെന്ന് പറയാൻ കുറച്ച് സംശയിക്കും. എന്നിട്ട് തീർപ്പ് എങ്ങനെയായിരുന്നു? സഖറിയച്ചൻ പെട്ടെന്ന് ചോദിച്ചു. അത് പറയൂ. മൗനമായിരിക്കുന്ന മന്ത്രിയുടെ നേരെ ഒന്ന് നോക്കിയിട്ട് മേനോൻ തുടർന്നു പറഞ്ഞു. ഈ രേഖകളിലെ ചില കുറ്റങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തത്. അവയുടെ ന്യായീകരണങ്ങൾ വ്യക്തമാക്കാൻ അയ്യരോട് ആവശ്യപ്പെട്ടത് കോടതിക്ക് ബോധ്യമായി. ആലങ്ങാട്ട് മനയും ഈ രേഖ സമർപ്പിച്ചിരിക്കുന്ന കോവിലകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് ഞാൻ ആരാഞ്ഞത്. കുറച്ചു സമയം ഒന്ന് നിർത്തി. ഗ്ലാസ്സിൽ അവശേഷിച്ചിരുന്ന മദ്യവും കൂടി അകത്താക്കി മേനോൻ തുടർന്നു. അത് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടേതിനെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാം നേരെ തന്നെ വ്യക്തവുമാണ്. അത് ശരി. മന്ത്രി രാമരാജൻ ഒന്ന് നിവർന്നിരുന്ന് മദ്യപാത്രം കയ്യിലെടുത്തു. ഇത്രയുമൊക്കെ കൃത്യമായി വരാമെങ്കിൽ മേനോൻ എന്തിനാ വേവലാതിപ്പെടുന്നത്? മേനോൻ കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടിയില്ല. വീണ്ടും പകർന്നെടുത്ത മദ്യം ഒറ്റ വലിക്ക് കഴിച്ചിട്ട് കണ്ണടച്ചിരുന്നു. സ്കറിയാച്ചന് ആ ഇരിപ്പിൽ എന്തോ അത്ര തൃപ്തി തോന്നിയില്ല. എടോ, താനിങ്ങനെ ഉണ്ട വിഴുങ്ങിയതുപോലെ ഇരിക്കാതെ ഒന്ന് പറഞ്ഞു തുലക്കി. സ്കറിയാച്ചൻ്റെ ചൂട് കണ്ടിട്ടാവണം മേനോൻ വാ തുറന്നു. എൻ്റെ കറിയാച്ച, കാര്യങ്ങളൊന്നും അവിടെ കൊണ്ട് തീർന്നില്ല. രേഖകൾ മുഴുവൻ ഫോറൻസിക് പരിശോധനയ്ക്കും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അയച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കോടതി ഉത്തരവിട്ടു. ആർക്കും മറുപടിയായി ഒന്നും പറയാനുണ്ടായില്ല.
ഈ പരിശോധനയിലൂടെ തങ്ങളുടെ രേഖകളുടെ നിജസ്ഥിതി വെളിച്ചത്താകുമെന്ന് മേനോൻ തീർത്തു പറഞ്ഞതോടെ മന്ത്രിയും വിഷമത്തിലായി. ഇനി തൻ്റെ ഗുണ്ടായുസമാണ് ശരിയായ പോംവഴിയെന്ന് സ്കറിയാച്ചൻ ചിന്തിച്ചപ്പോൾ മന്ത്രിയുടെ മനസ്സിൽ ഈ കുടുക്കിൽ നിന്നും തൻ്റെ മുഖം എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നായിരുന്നു. എടോ മന്ത്രി, കറിയാച്ചൻ വിളിച്ചു. തൻ്റെ ക്രൈംബ്രാഞ്ച് കൈകാര്യം എന്തായി? സോമശേഖരൻ വല്ലതും ചെയ്തോ? കൈവിട്ടു പോകുന്ന കോടികളെക്കുറിച്ച് ഓർത്ത് സ്കറിയാച്ചൻ നിമിഷങ്ങളോളം കൈകൾ കൂട്ടിത്തിരുമിയും പല്ലുകടിച്ചും ഉള്ളിലെ പ്രതിഷേധം പുറത്തു കാണിച്ചു. സ്കറിയാച്ച, സോമശേഖരൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരിടത്തും എത്തിയിട്ടില്ല. എത്തില്ല, അതെനിക്കറിയാം. അവന്മാരെ കൊണ്ടൊന്നും ഒന്നിനും കഴിയില്ല. ഞാൻ എൻ്റെ പിള്ളേരെ ഒന്നിറക്കി നോക്കട്ടെ. മന്ത്രിയുടെ നേരെ നോക്കി തുറന്നു. ഇതിൻ്റെ ഇടയിൽ തൻ്റെ പോലീസ് കയറി പണിയാൻ വരാതെ താൻ നോക്കിക്കൊള്ളും. മന്ത്രി ശരിയെന്നോ അല്ലെന്നോ പറയാതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. സ്കറിയാച്ചന് അത് ധാരാളം മതിയായിരുന്നു. കാരണം അയാൾ ഇതിനു മുമ്പും ഇതുപോലെ പലതും ചെയ്തിട്ടുണ്ട്. അന്നും മന്ത്രിയുടെ മുഖഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. കൂടുതൽ സമയം സ്കറിയാച്ചൻ അവിടെ ഇരുന്നില്ല. മേനോനും രാമരാജൻ മന്ത്രിയും തനിച്ചായി ആ മുറിയിൽ. ഒഴിയുന്ന പാത്രങ്ങളിൽ മദ്യം നിറയ്ക്കുക എന്ന ജോലി ഒഴികെ മറ്റൊന്നിലും ബന്ധപ്പെടാതെ ജോസഫ് അല്പം അകന്നു മാറി ഒരു കസേരയിലിരുന്നു. മേനോനെ, താനൊരു കാര്യം ചെയ്യണം. എന്താണ് വേണ്ടതെന്ന ഭാവത്തിൽ നോക്കിയിരുന്ന അയാളെ നോക്കി മന്ത്രി പറഞ്ഞു. ഈ ഡോക്യുമെൻറ്റുകളെ ഹാജിയാർ കൊണ്ടുവന്നല്ലേ. കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് പോകുന്നതെങ്കിൽ താൻ വെറും വക്കീൽ. കക്ഷി ഹാജരല്ലേ. അയാൾ തന്നെ രേഖകൾ വെച്ച് മേനോൻ കേസ് വാദിക്കുന്നു. ഞാനോ സ്കറിയാച്ചനോ ഇതിലില്ല. തനിക്ക് മനസ്സിലായോ? കുറച്ച് സമയം ആലോചിച്ചിരുന്നിട്ട് മേനോൻ പറഞ്ഞു, സംഗതി കൊള്ളാം. പക്ഷേ ഹാജി എല്ലാം വിളിച്ചു പറയില്ലേ? മേനോൻ്റെ ശങ്ക ശരി തന്നെ. പക്ഷേ അതത്ര കാര്യമാക്കണ്ട. സ്കറിയാച്ചൻ്റെ പിള്ളേർ വേണ്ടത് ചെയ്തോളൂ. വെറുതെ അല്ല മന്ത്രി സാറിനെ ചാണക്യൻ എന്ന് വിളിക്കുന്നത്. മേനോൻ്റെ പ്രസ്താവനയിൽ മന്ത്രിയും പങ്കുചേർന്നു. ജോസഫേ, ഇതെല്ലാം എടുത്തു വെച്ചിട്ട് പോയിക്കോളൂ. ഞങ്ങൾ ഇറങ്ങുകയാണ്. മന്ത്രിയും മേനോനും പുറത്തേക്ക് പോയപ്പോൾ ജോസഫ് ആത്മകഥം ചെയ്തു. കിട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമഴ്ന്നു വീഴും. ഇല്ലേ പുറംകാലിന് തൊഴിക്കും. പാവം ഹാജിയാരുടെ കാര്യം. സ്വാമി നാരായണൻ്റെ വീട്ടിലെ സന്ദർശനം വിഷ്ണുദത്തൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയ ദിനമായിരുന്നു. ഓഫീസിലെ പ്രവൃത്തികളും വ്യാപാരവും ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്വാമിയേക്കാൾ വിശദമായി കാർത്തി വിവരിച്ചു. ചില സമയത്ത് തോന്നിയിട്ടുണ്ട്, ഇത്രയും മിടുക്കിയായ ഒരു മകൾ സ്വാമിക്കുണ്ടായത് അയാളോ പൂർവികരോ ചെയ്ത സുഹൃത്തമാണെന്ന്. എല്ലാ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂർ സമയമെങ്കിലും കാർത്തിക ഓഫീസിൽ വന്ന് അച്ഛനെ സഹായിച്ചിരുന്നു എന്ന് പറയുമ്പോൾ സ്വാമിയുടെ കണ്ണുകളിൽ വാത്സല്യത്തെക്കാളേറെ അഭിമാനമായിരുന്നു മകളെക്കുറിച്ച്. കുറച്ച് മണിക്കൂർ മാത്രമേ കാർത്തിക അച്ഛനെ സഹായിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞത് വിഷ്ണുവിന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. അത്രയ്ക്കും അവഗാഹമായാണ് ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ വിഷ്ണുവിനോട് വിശദീകരിച്ചത്. ഒരു പരിചയസമ്പന്നനായ മാനേജറെ പോലെ. തിരിച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും വിഷ്ണുവിൻ്റെ അപരിചിതത്വം പൂർണ്ണമായും വിട്ടകന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞെങ്കിലും ഏതാനും മണിക്കൂറുകൾ പോലെയാണ് തോന്നുന്നത്. ഇന്ന് സ്വാമി വിളിച്ചിരുന്നത് കേസിൻ്റെ കാര്യങ്ങൾ പറയാനായിരുന്നു. നമ്മൾ തന്നെ ജയിക്കുമെന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നതിനൊപ്പം താൻ ജോലിയിൽ പ്രവേശിക്കുന്ന തീയതിയുടെ കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ പൂജാരിയെ കണ്ടിട്ട് സമയം തീരുമാനിക്കാമെന്നാണ് ധാരണയിലായിരുന്നത്. അതെന്നു വേണമെന്നാണ് സ്വാമിക്കറിയേണ്ടത്. നാളെ തന്നെ ആയാൽ അത്രയും നല്ലതെന്ന ഭാവമായിരുന്നു സംസാരത്തിൽ. ഇനിയും അത് നീട്ടണ്ട എന്നാണ് വിഷ്ണുദത്തൻ തീരുമാനിച്ചത്. അതിൻ പ്രകാരം അടുത്ത ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ കാണാമെന്ന് നിശ്ചയിച്ചു. ഫോണിലൂടെ ആയിരുന്നെങ്കിലും അയാളുടെ സന്തോഷം നേരിട്ട് ദർശിച്ചതുപോലെ തോന്നി. എല്ലാറ്റിനും ഉപരിയായി രുദ്രയുടെ അഭിപ്രായമായിരുന്നു വിഷ്ണുവിന് വേണ്ടിയിരുന്നത്. ഒരു നല്ല കളിപ്പാട്ടം കിട്ടിയ കുട്ടിയുടെ ഭാവത്തോടെയായിരുന്നു തൻ്റെ വിവരണമെന്ന് ആ സമയം തനിക്ക് തോന്നിയിരുന്നു. രുദ്രയുടെ കൗതുകത്തോടെയും ഏറെ വാത്സല്യത്തോടെയുമുള്ള പെരുമാറ്റം അത് ശരിവയ്ക്കുകയായിരുന്നു. വീട്ടിൽ വിവരം അറിയിച്ചിട്ടില്ല. എല്ലാം നേരിൽ പറയുന്നതാവും നല്ലതെന്ന് കരുതി. ശനിയാഴ്ച വീട്ടിലേക്ക് വരുന്നെന്നും ചില അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്നുമാണ് പറഞ്ഞത്. അച്ഛൻ എന്തോ ശങ്കയുള്ളതുപോലെ തോന്നിയെങ്കിലും അമ്മയ്ക്കും അനുജത്തിമാർക്കും ആഹ്ലാദകരമായ വാർത്തയായിരുന്നു. അച്ഛൻ ഇപ്പോഴും തൻ്റെ ജോലിയെക്കുറിച്ചുള്ള അവ്യക്തത വിട്ടുമാറിയുന്നില്ല. കടബാധ്യതകൾ തീരുന്നതുവരെ അത് തുടരും. ദീപാരാധന കഴിഞ്ഞ് ലോഡ്ജിലേക്ക് മടങ്ങുന്ന വഴി ഇടയ്ക്കെപ്പോഴോ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ 2 പേര് തന്നെ പിന്തുടരുന്നത് പോലൊരു തോന്നൽ വിഷ്ണുവിനുണ്ടായി. അത് വെറുതെ ഒരു സങ്കല്പം മാത്രമാണെന്ന് കരുതിയെങ്കിലും കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലായി. ഇടയ്ക്കിടെ പിന്നിലേക്ക് ശ്രദ്ധിച്ച് കൂടുതൽ നടന്നപ്പോൾ വ്യക്തമായി ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ആരായിരിക്കും? ലോഡ്ജിലേക്ക് കയറുന്നത് വരെ അവർ പിന്നിലുണ്ടായിരുന്നു. അകത്തെത്തിയതിനു ശേഷം ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു
രണ്ടുപേർ പുറത്ത് റോഡിൽ ഇങ്ങോട്ട് തന്നെ സൂക്ഷിച്ചു നോക്കുന്നു. തന്നെ പിന്തുടരുന്നത് തന്നെയെന്ന് ഉറപ്പാക്കി. ഈ സമയം രുദ്രയുടെ വാക്കുകൾ ഓർമ്മിച്ചു. കായികമായി ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. തനിക്കിനി അതൊന്നും പ്രശ്നമല്ല. എന്തിനേയും നേരിടാനുള്ള മനസ്സുറപ്പ് ഇപ്പോൾ കൈവന്നിരിക്കുന്നു. എങ്കിലും എല്ലാം ഒന്നും മുൻകൂട്ടി കഴുതിയിരിക്കുന്നത് നല്ലതാണെന്ന് ഉള്ളിൽ തോന്നി. പെട്ടെന്നാണ് വാസുവിൻ്റെ കാര്യം ഓർമ്മിച്ചത്. അവരെ തനിക്ക് ആവശ്യമായി വരുമെന്ന് വാസുവിനോട് പറഞ്ഞ കാര്യവും ആ നിമിഷം ഓർമ്മിച്ചു. ശനിയാഴ്ച വീട്ടിലേക്ക് പോകുന്ന വഴി ആലങ്ങാട്ട് ചെന്ന് വാസുവിനോട് ഇങ്ങോട്ട് വരുന്ന കാര്യം സൂചിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. കൂട്ടത്തിൽ വേലുവിനെയും കാണാം. ഇപ്പോഴത്തെ നില എന്താണെന്ന് അറിയാമല്ലോ. മനസ്സിൻ്റെ പ്രയാണങ്ങൾക്ക് കടിഞ്ഞാനിട്ട് ശിവസ്തോത്രം ചൊല്ലി മനസ്സിനെ ശാന്തമാക്കി വിഷ്ണു ഉറങ്ങാനായി തയ്യാറെടുത്തു. ഇപ്പോൾ ഇത് ശീലമായിരിക്കുകയാണ്. ശിവസ്തുതിയോടെ അല്പസമയം ധ്യാനിക്കാതെ കിടക്കാറില്ല. തന്നിൽ വന്ന മാറ്റത്തെയോർത്ത് വിഷ്ണു പുഞ്ചിരിച്ച് രുദ്രയെ മനസ്സിൽ വണങ്ങി. നിദ്രയുടെ തങ്കനൂലിഴകൾ കണ്ണുകളിലൂടെ അരിച്ചിറങ്ങി. ഉള്ളിൻ്റെ ഉള്ളിലൂടെ സിരകളിലേക്ക് പടർന്നിറങ്ങി സുഖമുള്ളൊരാലസ്യത്തിൽ ലയിച്ചു തുടങ്ങിയ നിമിഷം വലതു കൈവിരലിൻ്റെ രത്നമോതിരത്തിൽ നിന്ന് ഉയരുന്ന നീലരശ്മികൾ വിഷ്ണുവിൻ്റെ മെത്തയ്ക്ക് ചുറ്റും ആവരണം ചെയ്തു. പൂർണ്ണമായും അയാൾക്ക് സംരക്ഷണം നൽകുന്നത് പോലെ. ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ പൂജാരി അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ച് ശ്രീകോവിലിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ബലിക്കല്ലിനരികിലായി ഒരു ദിവ്യപ്രകാശം കണ്ടു. അതിനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. നിമിഷം തന്നെ അതിലേക്ക് ആവാഹിക്കുന്നത് പോലെ പൂജാരിക്ക് തോന്നി. സാവധാനം അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നും ഒരു അശരീരി പോലെ സ്ത്രീ ശബ്ദം കേട്ടു. അങ്ങ് അടുത്തേക്ക് വരണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. പൂജാരി അഞ്ജലിബന്ധനായ ആ ദിവ്യപ്രകാശത്തിലേക്ക് നോക്കി നിന്നു. ശ്രീ പരമേശ്വരൻ്റെ ദൂതുമായി എത്തിയതാണ് ഞാൻ. അടുത്ത ദിവസം ഒരു മുഹൂർത്തം നിശ്ചയിക്കാൻ 2 ശിവഭക്തർ വരും. അവർക്ക് ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. അതിനാൽ വിശേഷാൽ പൂജയും മൃത്യുഞ്ജയ ഹോമവും നടത്തി ഉപവാസത്തോടെ ദീപാരാധന വരെ അവരെ ഇവിടെ നടയിൽ ഭജനയിരുത്തണം. ക്ഷണനേരം കൂടി ആ ദിവ്യപ്രകാശം തങ്ങി നിന്നിട്ട് അപ്രത്യക്ഷമായി. കൃഷ്ണനന്ദൻ നമ്പൂതിരിയുടെ മനസ്സിൽ അനേകം വിചാരങ്ങൾ കുമിഞ്ഞുകൂടി. ഈയിടെയായി ഏറെ ദിവ്യദർശനങ്ങൾ ഉണ്ടാകുന്നു. സൂര്യങ്കാവില്ലത്തെ വിഷ്ണുദത്തൻ നമ്പൂതിരി സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ലഭിച്ച കുട്ടിയാണെന്ന് തനിക്ക് തോന്നിത്തുടങ്ങിയിട്ട് ഏറെക്കാലമായി. അടുത്ത കാലത്ത് അത് സത്യമാണെന്ന് അറിയുകയും ചെയ്തു. ഇതും അതുമായി ബന്ധപ്പെട്ടത് തന്നെയായിരിക്കും എന്ന് ഉള്ളം മന്ത്രിച്ചു. പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ശിവസ്മരണയോടെ പൂജാരി വീട്ടിലേക്ക് നടന്നു. ഇന്നത്തെ ദേവസന്ദേശം ആ കുട്ടിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായിരുന്നു അപ്പോൾ മനസ്സിൽ. ജഗന്നിയന്താവായ ഈശ്വരനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച നാഗേന്ദ്രയതി സ്വാമികളുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണവിച്ച് ആ കാവ്യ വസ്ത്രധാരി ഉപവിഷ്ടനായി. ധ്യാനത്തിലായിരുന്ന സ്വാമികൾ കണ്ണു തുറന്ന് മുന്നിലിരുന്ന കാവ്യ വസ്ത്രധാരിയോട് ചോദിച്ചു, ലോകാനന്ദ, എന്തായി നിന്റെ അന്വേഷണം? സ്വാമികൾ അരുടിയതിനനുസരിച്ച് ഞാൻ അവരെ പിന്തുടർന്നു. താളിയോലകൾ ഇരിക്കുന്നിടം മനസ്സിലാക്കി അവിടെ എത്തിയതാണ്. പക്ഷേ എനിക്കെടുക്കുവാൻ കഴിഞ്ഞില്ല. ലോകാനന്ദൻ്റെ വാക്കുകൾ യതീസ്വാമികളുടെ ദേഷ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. എന്ത്? എൻ്റെ രക്ഷാകവചം നിന്നിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറാൻ എന്നെക്കൊണ്ടായില്ല. ആരോ ശക്തമായി എന്നെ പിടിച്ചു നിർത്തി. സ്വാമി ഒരു നിമിഷം കണ്ണുകളടച്ച് എന്തോ ചിന്തിച്ചിരുന്നതിന് ശേഷം വലതു കൈയുടെ ചൂണ്ടുവിരൽ ലോകാനന്ദൻ്റെ തിരുനെറ്റിയിൽ അമർത്തി. ചുണ്ടിൽ ചില മന്ത്രധ്വനികൾ ഉതിർന്ന നിമിഷം ലോകാനന്ദൻ ചെറിയൊരു മയക്കത്തിലേക്ക് വഴുതി. പറയൂ, ആരായിരുന്നു അവിടെ തടസ്സമുണ്ടാക്കിയത്? അത് ഒരു മുരൾച്ച പോലെയായിരുന്നു. ആ ശബ്ദം ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശബ്ദിച്ചു. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ശ്രീപാർവതിയുടെ പ്രധാന തോഴി രുദ്രയുടെ സംരക്ഷണത്തിലാണ് അവിടം. അത് പറഞ്ഞിട്ട് ലോകാനന്ദൻ അബോധാവസ്ഥയിലേക്ക് മറഞ്ഞു. നാഗേന്ദ്രയതി സ്വാമികൾ ഗാഠമായ ചിന്തയിൽ കുറച്ചു സമയം ഇരുന്നിട്ട് കമണ്ഡലത്തിൽ നിന്നും തീർത്ഥമെടുത്ത് ലോകാനന്ദൻ്റെ ദേഹത്ത് തെളിച്ചു. ഒരു ഉറക്കത്തിൽ നിന്നെന്ന പോലെ അയാൾ ഉണർന്ന് സ്വാമിയുടെ അനുവാദത്തോടെ ആശ്രമത്തിൻ്റെ അകത്തളത്തിലേക്ക് പോയി. നാഗേന്ദ്രയതി സ്വാമികൾ ചെറിയൊരു ചിന്താക്കുഴപ്പത്തിലായി. രുദ്രയുടെ പ്രഭാവം ഊഹാപോഹങ്ങൾക്കും അതീതമാണെന്നത് തന്നെ കാര്യം. ഭൂതഗണങ്ങളെയെല്ലാം തനിക്കറിയാം. അവരെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നും നിശ്ചയമാണ്. പക്ഷെ രുദ്രയെ എങ്ങനെ എതിരിടും? അതും പാർവതീദേവിയുടെ പ്രഥമ തോഴിയെ. ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. അതിനാൽ തന്നെ രുദ്രയുടെ പ്രഭാവം അറിഞ്ഞിട്ടില്ല. പാർവതീദേവി സാക്ഷാൽ ജഗദാംബിക തന്നെയാണ്. തൻ്റെ ഉപാസനമൂർത്തികളെല്ലാം ആ ജഗദമ്മയുടെ പലവിധ അവതാരങ്ങളായതിനാൽ തനിക്ക് പലതും ചെയ്യാനാകും.
ഇത് നഷ്ടപ്പെടാൻ കഴിയില്ല. അളവറ്റ നിധിശേഖരങ്ങൾ ആ മനയിലുണ്ട്. അതുമാത്രമാണ് ഈ ദൗത്യത്തിനായി തന്നെ തേടിയെത്തിയവർക്ക് വേണ്ടത്. എന്നാൽ തൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്. ആലങ്ങാട്ട് മനയിലെ നിലവറയിൽ നിന്നും അത് കൈക്കലാക്കണം. ചിന്താഭാരത്തോടെ നാഗേന്ദ്രയതി സ്വാമി പൂജാമുറിയിലേക്ക് കയറി. തൻ്റെ സംശയങ്ങൾക്കിനി മറുപടി തരാൻ ദേവിക്ക് മാത്രമേ കഴിയൂ. പൂജാമുറിയിലെ മന്ത്രപീഠത്തിന് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് ദേവിയെ ധ്യാനിച്ചു. ചെന്താമരപ്പൂവിൻ്റെ കാർണകിയുടെ മുകളിൽ ശവത്തിനു മേലിരിക്കുന്നവളായ ശിരോമാല കൊണ്ട് മാരടം അലങ്കരിക്കപ്പെട്ടവളായും ഇന്ദ്രനീലക്കല്ലിൻ്റെ വർണ്ണമുള്ളവളായും ഇരുമ്പുലക്കയും കരിയും അഭയവും വരദയും ധരിച്ച 4 കൈകളോടുകൂടിയവളായും ഘനസ്ഥനിയായും ചുവന്ന വസ്ത്രമുടുത്തവളും ശ്രീനയനയായും പന്നിയുടെ മുഖം പോലെയുള്ള മുഖത്തോടു കൂടിയവളുമായിരിക്കുന്ന വാർത്താളിയെ വന്ദിക്കുന്നു. നിമിഷങ്ങളുടെ ധ്യാനത്തിനു ശേഷം ഹോമദ്രവ്യങ്ങളായി എള്ളും വേങ്ങാപ്പൂവും പഞ്ചസാരയും എന്നിവയും എടുത്തുവെച്ച് 17,000 ഒരു മന്ത്രം ജപിച്ചു. മന്ത്രജപങ്ങളുടെ ഉച്ചസ്ഥായിയിൽ ദേവിയുടെ സാന്നിധ്യം പൂജാമുറിയിൽ പ്രകടമായി. പാദപതന ശബ്ദം കാതുകളിൽ പതിഞ്ഞതോടെ മനോമുകുരത്തിൽ ദേവിയുടെ രൂപം തെളിഞ്ഞു. മരമഞ്ഞൾ, ചന്ദനം, അരക്ക്, അകില് മുതലായ ദ്രവ്യങ്ങൾ മുന്നിലെ കുണ്ടലത്തിലേക്ക് ഹോമിച്ച് ദേവിയെ സ്തുതിച്ചു. നിമിഷങ്ങൾക്കകം ദേവി പ്രത്യക്ഷയായി. വത്സ, നാം പ്രസാദിച്ചിരിക്കുന്നു. എന്താണ് നിന്റെ ഇംഗിതം? ദേവിയുടെ മൃദുലമായ ശബ്ദം കാതിൽ പതിച്ചതോടെ യതിസ്വാമി കണ്ണു തുറന്ന് ദേവീപാദങ്ങളിൽ കരങ്ങളർപ്പിച്ചു. ദേവി, എൻ്റെ ആഗ്രഹം സാധ്യമാവണം. ആലങ്ങാട്ട് മനയിലെ അറയിൽ വിശേഷ ശക്തിയുള്ള ശ്രീവപാർവതി വിഗ്രഹമുണ്ട്. അതാണ് വേണ്ടത്. കൂപ്പുകൈകളോടുകൂടി സ്വാമി ദേവിയോട് അപേക്ഷിച്ചു. വത്സ, ഇത് നിസാരമാണ്. പക്ഷേ ഈ മനയുടെയും അതുമായി ബന്ധിക്കപ്പെട്ട എല്ലാ മനുഷ്യരുടെയും സംരക്ഷണം രുദ്രാംഗനയിലാണ്. ശ്രീപാർവതി ദേവിയുടെ പ്രിയ തോഴിയാണവൾ. എനിക്കവളെ നേരിടാൻ കഴിയില്ല. ദേവി, അവിടത്തേക്ക് കഴിയാത്തതായി എന്താണുള്ളത്? വത്സ, നീ പറയുന്നത് ശരി തന്നെ. എന്നാൽ ഈ ദൗത്യം എനിക്കോ നിന്റെ മറ്റ് ആരാധനാമൂർത്തികൾക്കോ കഴിയില്ല. ദേവി എന്തെങ്കിലും വഴി എനിക്ക് കാണിച്ചു തരൂ. നിമിഷങ്ങളോളം ദേവിയൊന്നും സംസാരിച്ചില്ല. ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന യാഗേന്ദ്രയതി സ്വാമിയോട് ദേവി അരുളി. ഒരേ ഒരു പോം വഴി, ത്രിപുര സുന്ദരി ദേവിയെ പ്രസാദിപ്പിക്കുക. ആ വഴിയിലൂടെ മാത്രമേ രുദ്രയെ നേരിടാനാകൂ. ഇത്രയും പറഞ്ഞിട്ട് വാർത്താളി ദേവി ഭക്തനെ അനുഗ്രഹിച്ച് മറഞ്ഞുപോയി. യാഗേന്ദ്രയതി സ്വാമി പൂജാമുറിയിൽ തന്നെ ചിന്താഭഗ്നനായി ഇരുന്നു. നാഴികകളോളം ആ ഇരിപ്പ് തുടർന്നു. ആരും തന്നെ തുണയ്ക്കില്ലെന്ന് ഉറപ്പായതിനു പോലെ മനസ്സ് കലുഷമായി കഴിഞ്ഞിരുന്ന സമയത്ത് അയാളുടെ ഉള്ളിൽ മറ്റൊരു ചിന്ത കടന്നു വന്നു. പിന്നെ താമസമുണ്ടായില്ല. കർണയക്ഷിയെ മനസ്സിൽ ധ്യാനിച്ചു. ശവാസനസ്ഥാനം നരമുണ്ടലമാല വിഭൂഷിതമാസ്തീകരണൻ കരശ്ചേ പ്രേതാം നരധൈർദതൈ കോ വസ്ത്രാം ഭജാമഹേ കർണാം പിശാചിനീം താം. ശവാസനത്തിലിരിക്കുന്നവരും മനുഷ്യ ശിരസ്സുകൊണ്ട് കോർത്ത മാല ധരിക്കുന്നവളും ഭൂഷണങ്ങൾ അണിഞ്ഞവളും അസ്ഥികളാകുന്ന രത്നങ്ങളെ മനുഷ്യരുടെ കുടൽമാലകളിൽ കോർത്ത് കൈകളിൽ ധരിക്കുന്നവളും അല്പവസ്ത്രധാരിയുമായ കർണപിശാചിനിയെ ഭജിക്കുന്നു. ധ്യാനത്തെ തുടർന്ന് മന്ത്രങ്ങൾ ഉരുവിട്ടതോടെ കർണയക്ഷി വിളിപ്പുറത്തെത്തി. ദേവി, പറയൂ, എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഏത് വഴിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? വത്സ, ചീവീടിൻ്റെ മുരൾച്ച പോലെ യക്ഷി തുടർന്നു. ത്രിപുരയെ പ്രീതിപ്പെടുത്താൻ നിനക്ക് കഴിയില്ല, അതുപോലെ തന്നെ രുദ്രയെയും. പക്ഷെ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് അവൻ നാളെ ക്ഷേത്രത്തിൽ എത്താതിരിക്കുക എന്നതാണ്. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ട്. അത് നടന്നാൽ ഒരു ശക്തിക്കും പിന്നെ തടയാനാകില്ല. കർണയക്ഷി കൺമുന്നിൽ നിന്നും മറഞ്ഞതോടെ പുതിയൊരു പ്രതീക്ഷ യതീസ്വാമികളിൽ ഉണ്ടായി. ലോകാനന്ദ പൂജാമുറിയിൽ നിന്നും പുറത്തു വന്ന് ഉറക്കെ വിളിച്ച ക്ഷണം തന്നെ ലോകാനന്ദൻ ഓടിയെത്തി. സമഗ്ര പൂജയ്ക്ക് കളം തയ്യാറാക്കൂ, കൂടാതെ ഭൂതാവേശ പൂജയും. യതീസ്വാമി മനസ്സിൽ കൃത്യമായ പരിപാടികൾക്ക് രൂപം കൊടുത്തു. അധ്യായം 20. നേരത്തെ തന്നെ പ്രാഥമിക കാര്യങ്ങളെല്ലാം തീർത്ത് വിഷ്ണു തയ്യാറാകുകയായിരുന്നു. ഇന്ന് വീട്ടിലേക്ക് പോകണം. വഴിക്ക് ആലങ്ങാട്ട് ചെന്ന് വാസുവിനെയും കൂട്ടരെയും ഇവിടെ കൊണ്ടുവരാൻ ഏർപ്പാടാക്കണം. വേഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ കഥകിൽ ആരോ മുട്ടി. എന്താ? കഥക് തുറന്ന് മുന്നിൽ നിന്ന് ലോഡ്ജിലെ ബോയിയോട് ചോദിച്ചു. സാറിനെ കാണാൻ ചിലർ വന്നിട്ടുണ്ട്. അവർ താഴെ ഇരിക്കുന്നു.
ബോയിയോട് ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് കതകടച്ചു. ആരായിരിക്കാം വന്നത്? താനിവിടെ താമസിക്കുന്ന കാര്യം ആർക്കും അറിയില്ലല്ലോ. ചിലപ്പോൾ അന്ന് തന്നെ പിന്തുടർന്ന ആൾക്കാരായിരിക്കുമോ? ഇത്ര പരസ്യമായി ആരെങ്കിലും ആക്രമിക്കാൻ മുതിരുമോ? അതാവാൻ സാധ്യത കുറവാണ്. പെട്ടെന്നാണ് രത്നമോതിരത്തിൽ നിന്നുള്ള നീലപ്രകാശം ശ്രദ്ധയിൽപ്പെട്ടത്. ആകാംക്ഷയോടെ അതിലേക്ക് നോക്കിയ വിഷ്ണുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. വിഷ്ണു, രുദ്ര വിളിച്ചു. കാണാൻ വന്നിരിക്കുന്നത് വാസുവും കൂട്ടരുമാണ്. അതെങ്ങനെ? വിഷ്ണു അമ്പരന്നു. നിസാരം, രുദ്ര ചിരിച്ചു. ഇന്നലെ വിഷ്ണു ആലങ്ങാട്ട് മനയിൽ പോയി അവരോട് ഇവിടെ ജോലിക്കായിട്ട് എത്താൻ അറിയിച്ചു. രുദ്ര, ഞാൻ വിഷ്ണുവിൻ്റെ ആശ്ചര്യം തുടരാൻ അനുവദിക്കാതെ രുദ്ര പറഞ്ഞു. എന്തായത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ തന്നെയാണ് വിഷ്ണു. അതുപോലെ എന്നിൽ വിഷ്ണുവും. വിഷ്ണുവിന് പിന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇന്നലെ വിഷ്ണുവിൻ്റെ രൂപത്തിൽ രുദ്ര എല്ലാം നിർവഹിച്ചിരിക്കുന്നു. വിഷ്ണു, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. വിഷ്ണു ക്ഷമയോടെ കട്ടിലിൽ ചെന്നിരുന്ന് രുദ്രയുടെ വാക്കുകൾക്ക് കാതോർത്തു. സ്വാമി നാരായണനോട് നാളെ ഉച്ചപൂജയ്ക്ക് മുമ്പായി ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രത്തിലെത്താൻ അറിയിക്കണം. ആ സമയത്തെ എത്താവൂ. വിഷ്ണു ഇപ്പോൾ തന്നെ വാസുവിനും കൂട്ടർക്കും ഇവിടെ തന്നെ താമസ സൗകര്യമൊരുക്കണം. ഒരു നിമിഷം വിഷ്ണു എല്ലാം ശ്രദ്ധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തി രുദ്ര തുടർന്നു. വൈകുന്നേരത്തെ ദീപാരാധന കഴിഞ്ഞ് വിഷ്ണു ഇവിടുന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടാൽ മതി. നമ്മുടെ ശ്രമം തകർക്കാൻ തീയ ശക്തികൾ കണ്ടെത്തിയ മാർഗം വിഷ്ണുവിനെ ഇല്ലാതാക്കുകയെന്നതാണ്. എന്നോട് നേരിട്ട് എതിരിടാൻ അവർക്കൊന്നും കഴിയില്ല എന്നറിഞ്ഞിരിക്കുന്നു. ഇതിനുള്ള യാത്രയിൽ ഞാനൊപ്പം ഉണ്ടാവണം. അതിനായാണ് സൂര്യാസ്തമയത്തിന് ശേഷം മതിയെന്ന് പറഞ്ഞത്. ഈ വിശദീകരണങ്ങളെല്ലാം പൂർണ്ണമായും ഉൾക്കൊണ്ട വിഷ്ണു തൻ്റെ വിരലിലെ രത്നമോതിരത്തിൽ കവിളിൽ ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു. മൃദുലമായി രുദ്ര തൻ്റെ കപോലങ്ങളിൽ തലോടുന്നത് അയാൾ അറിഞ്ഞു. കുറച്ചു സമയം കൂടി കട്ടിലിൽ തന്നെ ഇരുന്നിട്ട് മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് നടന്നു. ലോഡ്ജിൻ്റെ സ്വീകരണ മുറിയിൽ വാതിൽ കടക്കുമ്പോൾ തന്നെ കണ്ട വാസുവിനെയും കൂട്ടാളികളെയും അവരിലുണ്ടായിരുന്ന മാറ്റമാണ് ഏറ്റവും ആകർഷിച്ചത്. വൃത്തിയായ മാന്യമായ വേഷത്തിലായിരുന്നു എല്ലാവരും. തൻ്റെ കൂടെ കൂട്ടാൻ മതിയായ വേഷവിധാനം. ആ നിമിഷം വാസുവിനെ ആദ്യം കണ്ടപ്പോഴത്തെ രൂപം ഓർമ്മയിലെത്തി. സ്വയം ചിരിച്ചു. തന്നെ കണ്ടതോടെ വാസുവും കൂട്ടരും എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്തു. യാത്രയൊക്കെ സുഖമായിരുന്നു വാസു? സുഖമായിരുന്നു. വാസുവിൻ്റെ സംഭാഷണ രീതിയിലും മാറ്റം വന്നിരിക്കുന്നു. ഞാൻ ഒരിക്കലും കരുതിയില്ല സാറ് വിളിക്കുമെന്ന്. ആവശ്യം വരുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? വരൂ, തൽക്കാലം ഇവിടെ താമസിക്കൂ. വൈകുന്നേരം നമുക്കൊരു യാത്രയുണ്ട്. വാസുവിനെയും കൂട്ടരെയും കൂട്ടി കൗണ്ടറിൽ ചെന്ന് മുറി ഏർപ്പാടാക്കി കൊടുത്തിട്ട് വിഷ്ണു തൻ്റെ മുറിയിലേക്ക് പോയി. ഇപ്പോൾ വാസുവിനെ ഈ നടക്കുന്നതെല്ലാം അവിശ്വസനീയമായതുപോലെയായിരിക്കുന്നു മുഖഭാവം എന്നത് വിഷ്ണു ശ്രദ്ധിച്ചു. അത് തികച്ചും സ്വാഭാവികമെന്ന് കരുതാമെന്ന് അയാൾക്ക് തോന്നി. രുദ്ര അറിയിച്ചതിനനുസരിച്ച് എല്ലാ ഏർപ്പാടുകളും നടത്തി സ്വാമിയെയും വിവരമറിയിച്ചു. അദ്ദേഹം സമയത്തു തന്നെ എത്തുമെന്ന് പറഞ്ഞു. മറ്റു വിവരങ്ങളൊന്നും സംസാരിച്ചില്ല. താൻ വീട്ടിലേക്ക് പുറപ്പെട്ടു എന്ന് മാത്രം. ദീപാരാധനയ്ക്ക് പുറപ്പെട്ടപ്പോൾ വാസുവിനെയും കൂടെ കൂട്ടി. അവർ എപ്പോഴും വിഷ്ണുവിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് രുദ്രയുടെ തീരുമാനമായിരുന്നു. ലോഡ്ജിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ തൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അംഗരക്ഷകരെ പോലെ വാസുവും കൂട്ടരും നടന്നിരുന്നത് കൗതുകത്തോടെയാണ് വിഷ്ണു കണ്ടത്. താനിപ്പോൾ ഒരു പ്രധാന വ്യക്തിയായിരിക്കുന്നു. ക്ഷേത്രനടയിൽ എത്തുന്നതിന് മുമ്പായി ചിലർ തങ്ങളുടെ നേരെ വന്നിട്ട് ഒന്നിരുത്തി നോക്കി കടന്നുപോയി. വാസുവും അത് ശ്രദ്ധിച്ചിരുന്നു. തല വശത്തേക്ക് തിരിച്ച് അവരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് വാസുവിന് നിർദ്ദേശം കൊടുത്തു. നടയിൽ എത്തിയ ഉടനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കുറച്ച് ദൂരെ മാറി നിൽക്കുന്നത് കണ്ടു. വാസുവും കൂട്ടരും ക്ഷേത്രത്തിലേക്ക് കയറാതെ പുറത്തു തന്നെ നിന്നു. ദീപാരാധനയിൽ തൊഴുതു നിൽക്കുമ്പോൾ കാതിൽ രുദ്രയുടെ മന്ത്രണം. വളരെ രസകരമായ സംഭവങ്ങൾക്ക് സാക്ഷിയാവാൻ തയ്യാറായിക്കൊള്ളൂ. പറയാതെ തന്നെ വിഷ്ണു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാറ്റിനും തയ്യാറായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയ വിഷ്ണുവിനോട് വാസു പറഞ്ഞു, ചിലർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനുള്ള പണിയാണെന്നാണ് തോന്നണത്. എനിക്കറിയാം വാസു, ഞാൻ പുതുതായി തുടങ്ങിയ സ്ഥാപനത്തിന് ചില ശത്രുക്കളുണ്ട്. അതിനാലാണ് നിങ്ങളെയും എൻ്റെ അംഗരക്ഷകരായി വിളിച്ചത്. ഇനി നിങ്ങളെന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. വാസുവിന് ആ വാക്കുകൾ അമൃതമഴ പോലെയാണ് തോന്നിയത്. എന്തൊക്കെയോ റൗഡിത്തരങ്ങൾ കാണിച്ചിരിക്കുന്നു. എന്നാൽ ഈ ജോലി അവർക്ക് ഏറ്റവും ആനന്ദകരമായിരുന്നു. കാരണം അവരെ ചേരിയിൽ നിന്നും ഉയർത്തിയെടുത്തത് വിഷ്ണു സാറാണെന്ന ഉത്ബോധം തന്നെ. നേരം സന്ധ്യ കഴിഞ്ഞിരുന്നതിനാൽ വഴിവിളക്കുകളുടെ പ്രകാശത്തിൽ തങ്ങളുടെ പിന്നാലെ വന്നിരുന്നവരുടെ ഏകദേശം രൂപമേ കിട്ടുമായിരുന്നുള്ളൂ. ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞ് ഒരു വളവിലെത്തിയപ്പോൾ പെട്ടെന്ന് മുന്നിൽ നിന്നും ചിലർ വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് ചാടി വീണു. നിമിഷങ്ങൾക്കകം തന്നെ പിന്നിൽ നിന്നുള്ളവരും അടുത്തെത്തി. വാസുവും കൂട്ടരും
പിന്നിൽ നിന്നും വന്നവരെ കൈകാര്യം ചെയ്യാനായി തിരിഞ്ഞ സമയം തന്നെ വിഷ്ണുവിന് അധികമായിരുന്നു. വലതുകരം വായുവിൽ ഒന്ന് വീശിയതേയുള്ളൂ. ആ ഗുണ്ടകൾ ഏറെ ദൂരേക്ക് തെറിച്ചു വീണു കഴിഞ്ഞിരുന്നു. പിന്നെ അവർക്ക് എഴുന്നേൽക്കാനായില്ല. ഏതോ വലിയൊരു അത്ഭുതം കാണുന്നത് പോലെ നോക്കി നിന്ന വാസു പിന്നിൽ നിന്നും വന്നവരുടെ ശക്തമായ അടിയേറ്റ് അകലേക്ക് തെറിച്ചു വീണു. വിഷ്ണു പുഞ്ചിരിയോടെ വാസുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വലതു കൈത്തലത്താൽ തോളിൽ തട്ടി മുന്നോട്ട് ആംഗ്യം കാണിച്ചു. വാസുവിൽ പുതിയൊരു ഉണർവ് ഉടലെടുത്തു. പിന്നെ അവിടെ നടന്നത് വലിയൊരു യുദ്ധം തന്നെയായിരുന്നു. വിഷ്ണു കാഴ്ചക്കാരനായി നോക്കി നിന്നു. അരനാഴികയ്ക്കുള്ളിൽ എല്ലാവരെയും നിലംപരിശാക്കിയിട്ട് ജേതാവിനെ പോലെ വാസു നിവർന്നു നിന്ന് വിഷ്ണുവിൻ്റെ നേരെ നോക്കി. ആ സമയം വിഷ്ണുവിൻ്റെ രൂപം തേജാമയമായിരുന്നു. വലതു കൈ ഉയർത്തി വസ്ത്രത്തിനുള്ളിൽ നിന്നും ഒരു വാൾ പുറത്തേക്കെടുത്ത് വാസുവിനെ നേരെ എറിഞ്ഞു. ഒരു അഭ്യാസിയെപ്പോലെ അയാളത് പിടിച്ചു. തീർത്തേക്ക്, ആരും ജീവിച്ചിരിക്കരുത്. ഗാംഭീര്യം കലർന്ന വിഷ്ണുവിൻ്റെ ശബ്ദം വാസുവിൻ്റെ കാതുകളിൽ അശരീരി പോലെ പതിഞ്ഞു. അടുത്തു തന്നെ ഒരാറുണ്ട്. കഴിഞ്ഞാലുടൻ അവിടെ പോയി വൃത്തിയായി കഴുകി ആയുധവും കളഞ്ഞ് ലോഡ്ജിലേക്ക് പോയിക്കോളൂ. എല്ലാം ഞാൻ നോക്കിക്കോളാം. 2 ദിവസം കഴിഞ്ഞ് തമ്മിൽ കാണാം. അതുവരെ മുറിയിൽ തന്നെ ഉണ്ടാവണം. തിരിഞ്ഞു നടക്കുമ്പോൾ വാളിൻ്റെ ശീൽക്കാരവും പ്രതിയോഗിയുടെ കരച്ചിലും പിന്നിൽ നിന്നുയർന്നു. കേൾക്കുന്ന ശബ്ദത്തെ അവഗണിച്ച് വിഷ്ണു ലോഡ്ജിലേക്ക് നടന്നു. മുന്നിലെ വാതിലിനടുത്തെത്തിയപ്പോൾ എതിരെ ആ കാവ്യ വസ്ത്രധാരി നടന്നു വരുന്നത് കണ്ട് രുദ്ര പറഞ്ഞത് ഓർമ്മിച്ചു. എന്താ ലോകാനന്ദ, സുഖം തന്നെയല്ലേ? അപ്രതീക്ഷിതമായ ആ ചോദ്യം അയാളെ തൊല്ലൊന്നുമല്ല നടുക്കിയത്. ആ മുഖഭാവം അത് വ്യക്തമാക്കിയിരുന്നു. വിഷ്ണുവിൻ്റെ മുഖത്തെ സൗഹൃദഭാവം മനസ്സിലാക്കാനാവാതെ ഒരു ദുസ്വപ്നം കണ്ടതായി ലോകാനന്ദന് തോന്നി. താമസ സ്ഥലത്തെത്തിയ ഉടനെ തൻ്റെ വസ്ത്രങ്ങളെല്ലാം പെട്ടിയിലാക്കി വിഷ്ണുദത്തൻ മുറി പൂട്ടി പുറത്തേക്കിറങ്ങി സ്വീകരണ മുറിയിലെത്തി കാര്യക്കാരനോട് തൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് താമസിച്ചായിരിക്കും വരുന്നതെന്നും വേണ്ട സൗകര്യങ്ങളും ആവശ്യങ്ങളുമെല്ലാം ചെയ്തു കൊടുക്കുന്നതിന് ഏർപ്പാടാക്കി. പടി കടന്ന് വഴിയിലെത്തിയ ഉടനെ ഒരു വാഹനം അടുത്തു വന്നു നിന്നു. അതിൽ നിന്നും സാരഥി ഇറങ്ങി വന്ന് വിഷ്ണുവിനോട് പറഞ്ഞു, ശ്രീകണ്ഠേശ്വരത്തേക്ക് ഈ വാഹനത്തിൽ പോകാം. എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ വിഷ്ണു വാഹനത്തിനുള്ളിലിരിക്കുന്ന രുദ്രയെ കണ്ടു. പിന്നൊന്നും അയാൾക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. എല്ലാം രുദ്രയുടെ ലീലകൾ എന്ന് മനസ്സിൽ കരുതി പുഞ്ചിരിയോടെ വാഹനത്തിനകത്തേക്ക് കയറി. പക്ഷേ രുദ്രയുടെ മുഖത്ത് ഗൗരവമായിരുന്നു. രുദ്രയുടെ ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കുമെന്നറിയാവുന്ന വിഷ്ണുദത്തൻ ഒന്നും ചോദിച്ചില്ല. വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വിഷ്ണു രുദ്ര സാവധാനം പറഞ്ഞു, ഞാൻ അന്നറിയിച്ച ശൂദ്രശക്തികളുടെ ആക്രമണം ഇനിയങ്ങോട്ട് നേരിടേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒരു കാരണവശാലും ഈ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങരുത്. ഈ വാഹനം വിഷ്ണുവിൻ്റെ സംശയത്തോടെയുള്ള വാക്കുകൾ രുദ്രയിൽ ഒരു പുഞ്ചിരിയാണ് ഉളവാക്കിയത്. അത് വഴിയെ അറിയിക്കാം. ആ നിമിഷം രുദ്രയുടെ മുഖത്ത് ആ പഴയ കുസൃതി കണ്ടു. വിഷ്ണു പിന്നൊന്നും സംസാരിച്ചില്ല. രുദ്രയൻ ധ്യാനത്തിലെന്ന പോലെ ഇരിക്കുകയായിരുന്നു. വാഹനം ഏതോ കാനനപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് വിഷ്ണുവിന് തോന്നി. ഇതിനു മുമ്പ് ഇതുവഴി വന്നിട്ടില്ല എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പക്ഷേ സംശയങ്ങൾ അങ്ങനെ തന്നെ ഉള്ളിൽ കുഴിച്ചുമൂടി. അത് മനസ്സിലാക്കിയതുപോലെ മന്ദസ്മിതത്തോടെ രുദ്ര വിഷ്ണുവിനെ നോക്കി. പെട്ടെന്ന് വാഹനം ഒരു കുലുക്കത്തോടെ നിന്നു. വാഹനത്തിൻ്റെ വെളിച്ചത്തിൽ വഴിമുടക്കി നിൽക്കുന്ന ഒരു ഗജവീരനെ കണ്ട് വിഷ്ണു നടുങ്ങി. ഭയാനകമായ വിധത്തിൽ അത് തുമ്പിക്കൈ ഉയർത്തി അലറിയതോടെ കൂടുതൽ ആനകൾ വഴിയിലേക്ക് കയറി നിന്നു. വാഹനത്തിൻ്റെ നേർക്ക് അലറിയെടുക്കുന്ന കരിവീരന്മാരെ കണ്ട് രുദ്ര വാഹനത്തിൽ നിന്നിറങ്ങി മുന്നിലേക്ക് ചെന്നു. അവളുടെ അടുത്തുവരെ എത്തിയ ആനകൾ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. അവയുടെ കണ്ണുകൾ വജ്രങ്ങളായി തിളങ്ങി. ഒരു മഹാമേരുവിനെ പോലെ മുന്നിൽ നിൽക്കുന്ന രുദ്രയുടെ നേർക്ക് നടുവിലെത്തെ ആന നടന്നെടുത്തു. മാതങ്കി, നീ തിരിച്ചു പോകൂ. രുദ്രയുടെ ആജ്ഞാസ്വരം കിടിലം കൊള്ളിക്കുന്ന തരത്തിലായിരുന്നു. ഇല്ല, നീ മാറി നിൽക്ക്. അവൻ്റെ നാശം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. പാറ ഉടയുന്നത് പോലെയുള്ള ശബ്ദത്തിൽ മറുപടി പറഞ്ഞത് കെട്ടി ആ സ്ഥലത്തേക്ക് നോക്കിയ വിഷ്ണു കണ്ടു. ആനയുടെ സ്ഥാനത്ത് ഒരു ഭീകരരൂപം. അത് രുദ്രയുടെ നേർക്ക് ഇരു കൈകളും നീട്ടി അടുത്തു. പെട്ടെന്ന് രുദ്രയുടെ സ്ഥാനത്ത് ഒരു ദിവ്യപ്രകാശമുണ്ടായി. ക്ഷണത്തിനുള്ളിൽ സർവാഭരണഭൂഷിതയായ രുദ്രാദേവിയുടെ ആകാരം തെളിഞ്ഞു വന്നു. ആ രൂപം അന്ന് രാത്രിയിൽ ഞാൻ കണ്ട ദൃശ്യം തന്നെയെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു. രുദ്ര തൻ്റെ വലതു കൈയിലിരുന്ന ത്രിശൂലം ആ ഭീകരരൂപിയുടെ മുന്നിലേക്ക് നീട്ടി. അതിൽ നിന്നും പുറപ്പെട്ട അഗ്നിജ്വാല അതിൻ്റെ നേർക്ക് നീങ്ങിയ നിമിഷം ഒരാർത്തനാദത്തോടെ കൈകൾ കൂപ്പി അത് രുദ്രയുടെ മുന്നിൽ മുട്ടുമടക്കിയിരുന്നു. രുദ്രയുടെ ആ ദിവ്യരൂപം സാവധാനം പൂർവ്വസ്ഥിതിയിലായതോടെ ഭീകരരൂപങ്ങളും ഗജവീരന്മാരും കാഴ്ചയിൽ നിന്നും മറഞ്ഞു.
രുദ്രവാഹനത്തിലേക്ക് കടന്നിരുന്ന ഉടനെ അത് മുന്നോട്ട് നീങ്ങി. ഇതുവരെ സഞ്ചരിച്ചതിനേക്കാൾ വേഗത്തിലായിരുന്നു വാഹനം നീങ്ങിയത്. യാതൊന്നും സംസാരിക്കാതെ, എന്നാൽ ധ്യാനത്തിലെന്ന പോലെ സമീപത്തിരിക്കുന്ന രുദ്രയെ വിഷ്ണു ആദ്യം കാണുന്നത് പോലെയാണ് കണ്ടത്. ആ മുഖത്ത് അനിർവചനീയമായ ഒരു ചൈതന്യമായിരുന്നു. അപ്പോൾ വിഷ്ണുദത്തൻ ആരാധനയോടെയാണ് അവളെ ശ്രദ്ധിച്ചത്. വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ യാത്ര വിചിരമായ ഒരു സ്ഥലത്തു കൂടെയാണെന്ന് വിഷ്ണുദത്തൻ കണ്ടു. ഇത് മുൻപിലെത്തിയതുപോലെ തന്നെ തനിക്കറിയാത്ത സ്ഥലം തന്നെയെന്നറിഞ്ഞു. ഈ യാത്രയും രുദ്രയുടെ തീരുമാനത്തിൻ്റെ ഫലമായാണെന്ന് അയാൾക്കറിയാം. വാഹനത്തിൻ്റെ ഇരുവശത്തും മുന്നിലുമുള്ള ചില്ലുവാതിലൂടെ എന്തെങ്കിലും ലക്ഷ്യത്തിനായി പരതി. അരനാഴിക കഴിഞ്ഞു കാണും. മൂടൽമഞ്ഞ് വാഹനത്തിനെ ആവരണം ചെയ്യാൻ തുടങ്ങി. ഈ കാലാവസ്ഥയിൽ ഇങ്ങനെയൊരു വ്യതിയാനം ഒരിക്കലും സംഭവിക്കുകയില്ല. നോക്കി നിൽക്കെ തന്നെ ആ മൂടൽമഞ്ഞ് ക്രമാതീതമായി വർദ്ധിച്ചു. അതിനാൽ വാഹനത്തിൽ മുന്നോട്ടുള്ള യാത്ര അസാധ്യമായി വന്നു. വേഗത വളരെ കുറഞ്ഞ നിമിഷം ധ്യാനത്തിലായിരുന്ന രുദ്ര കണ്ണുകൾ തുറന്നു. തീക്ഷ്ണങ്ങളായിരുന്നു. ആ സമയം അവളുടെ നയനങ്ങൾ ക്രൗര്യം നിഴലിച്ച മുഖത്തേക്ക് നോക്കാൻ വിഷ്ണു ഭയപ്പെട്ടു. രുദ്ര ഏതോ ഒരു ശബ്ദം പുറപ്പെടുവിച്ചതോടെ വാഹനം പെട്ടെന്ന് നിശ്ചലമായി. മൂടൽമഞ്ഞ് കറുത്തിരുണ്ട പുകച്ചുരുളുകളായി രൂപാന്തരപ്പെട്ടു. കറുത്ത നൂലിലകൾ പോലെ ആ പുകപടലം വാഹനത്തിനകത്തേക്ക് പ്രാപിക്കുന്നതായി വിഷ്ണു അറിഞ്ഞു. മുൻ നിശ്ചയപ്രകാരം എന്ന പോലെ രുദ്ര വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി വാതിലടച്ചു. ശ്വാസം അടക്കിപ്പിടിച്ച വിഷ്ണു പുറത്തേക്ക് നോക്കി. അവിടെ പുകകൾക്കിടയിൽ അവ്യക്തമായ രൂപങ്ങൾ ചലിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ധൂമാവതി, നിന്റെ വിളയാട്ടം നിർത്തി നേർക്ക് വരൂ. രുദ്രയുടെ അലർച്ച വാഹനത്തിനുള്ളിൽ നിന്നും പ്രതിധ്വനിച്ചു. രുദ്ര സാവധാനം വാഹനത്തിൻ്റെ മുന്നിലേക്ക് നടക്കുന്നത് വിഷ്ണു കണ്ടു. ധൂമാവതി, മുന്നിലേക്ക് നീ വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണമോ? രുദ്രയുടെ ശബ്ദം പൂർവാധികം ഉച്ചത്തിലായിരുന്നു എന്നത് വിഷ്ണു പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവലെ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുകിട്ടും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇതിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ആളുകളെ വെച്ചിട്ട് നമ്മളൊരു വോട്ട് പ്രകാരം എടുത്തിട്ട് അതിൻ്റെ അകത്ത് 3 പേർക്ക് എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായിട്ടുള്ള മരുഭൂമിയിലെ മേൽവിലാസം അവരുടെ അഡ്രസ്സിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാനിങ് ഉണ്ട്. എല്ലാവരും കമൻറ്റുകൾ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വോട്ട് ഉപയോഗിച്ചിട്ട് ഒരാളുടെ 3 പേരുടെ പേര് നമ്മൾ സെലക്ട് ചെയ്യും. അവർക്ക് നമ്മുടെ പുതിയ പുസ്തകം അയച്ചു കൊടുക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.